നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പട്ടണക്കാട് കാവിൽ സെൻറ് മൈക്കിൾ ഹൈസ്കൂളിൽ KC വേണുഗോപാൽ MP അനുവദിച്ച സ്കൂൾ ബസിൻ്റെ ഉദ്ഘാടനം നടന്നു. ഇതിനോടനുബന്ധിച്ച് സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP പദ്ധതിയും തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്നേഹ വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ഇതിൻ്റെ അധികാരികൾ മേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മുടെ പാവപ്പെട്ടവർ ഈ പ്രാവശ്യങ്ങളൊക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെയൊക്കെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അത്രയേറെ സാമ്പത്തിക ശിശുള്ളവരൊന്നുമല്ല. ജീവിത പ്രയാസങ്ങളിൽ വളരെ പൊറുതിമുട്ടുന്ന കുറേ ആളുകളാണ്, അവരക്ഷകർത്താക്കളുടെ മക്കളാണ് ഇവിടെ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് നല്ല മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് മാനേജ്മെൻറ്റ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിദ്യാഭ്യാസം നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുക. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കുന്ന വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് നല്ല ജോലി കിട്ടുന്ന അന്തരീക്ഷം ഉണ്ടാവണം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലിപ്പോൾ അതില്ല. ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കിട്ടിയാൽ തന്നെ ശമ്പളമൊക്കെ വളരെ കുറവാണ്. തുടർന്ന് സ്കൂൾ ബസ് KC വേണുഗോപാൽ നാട് മുറിച്ച് ഉദ്ഘാടനം നടത്തി. കാവി സ്കൂളിൻ്റെ 103ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത്. സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഹോർമീസ് തോട്ടക്കര അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് പാലാട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രൻ എൻഡോമെന്റുകൾ വിതരണം നടത്തി. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT വിക്രമൻ എക്സലന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, പ്രധാന അധ്യാപിക ബീന തോമസ്, വാർഡംഗം രതി അജയകുമാർ, PTA പ്രസിഡന്റ് ജോൺ അഗസ്റ്റിൻ, KR രാജേന്ദ്രപ്രസാദ്, മുൻ അധ്യാപകൻ ജോൺ PJ, ജോജോ പരിയത്തറ, അജിമോൻ, ജിയോയിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം പടിയിറങ്ങുന്ന അധ്യാപികമാരായ ഷിജി ഐസക്, സോണി മാത്യു, മിനിമോൾ ജോസഫ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.